പ്രശാന്തേട്ട, ആന്റണിയുടെ മകൻ ഇപ്പോൾ ബി ജെ പിയിലാണ്. കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലാണ്. ഇനി ഉമ്മൻചാണ്ടിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോകുമോ? അതെന്തായാലും ഒരു ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചുമതലയും നൽകിയില്ലെന്ന തരത്തിലുള്ള വിമർശനം എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വവുമായി ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. നിരന്തര വിമർശനങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് ഒരു വഴി തുറക്കുന്നുണ്ടോ? ബി ജെ പിയിലേക്ക് വഴി തുറക്കുന്നുണ്ടോ തുറക്കുന്നില്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അയാളുടെ പേഴ്സണൽ പ്രശ്നമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ചിത്രത്തിലേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ, ചാണ്ടി ഉമ്മൻ ചിത്രത്തിലില്ല. ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി ആൾക്കാർ കണ്ടിരുന്ന ഒരു നേതാവിൻ്റെ മകനാണ് ചാണ്ടി ഉമ്മൻ. നാളം കാലത്തെ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനാകുമെന്ന് കണ്ട് വളരെ കൃത്യമായിട്ട് ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും ആ സമയത്തെല്ലാം അദ്ദേഹത്തെ ആ രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പത്രം എന്ന് പലപ്പോഴും കളിയാക്കി പറയാനുള്ള മലയാള മനോരമയും അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള മാധ്യമങ്ങളും എല്ലാം ശ്രമിച്ചിട്ടുള്ളതും ചാണ്ടി ഉമ്മനെ ആ ചിത്രത്തിൽ നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന്റെ ഓരോ ചെയ്തികളും ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്ന രീതിയിലേക്കാണെന്ന് പറഞ്ഞ ഓരോ കേസുകളും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പക്ഷെ പിന്നെ ചാണ്ടി ഉമ്മൻ ചിത്രത്തിലില്ല. ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ ചിത്രത്തിൽ വരാത്തതാണോ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നതാണോ, അതോ കോൺഗ്രസ് പാർട്ടി അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണോ എന്നുള്ളതൊന്നും നമ്മൾക്കറിയത്തില്ല. പക്ഷെ ഏറ്റവും അവസാനം ഏറ്റവും കേരളം മൊത്തം ചർച്ച ചെയ്ത, അല്ലെങ്കിൽ കേരളം മൊത്തം ഉറ്റുനോക്കിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ, ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ഏറ്റവും ആദ്യം ഏറ്റെടുത്ത് നടത്തിയ, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു വളരെ കൂടുതൽ പ്രാതിനിധ്യമുള്ള ഷാഫി പറമ്പിലിന്റെയും, അല്ലെങ്കിൽ അതുപോലെ ആ കൂട്ടമായിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം ഇടപെടിയിൽ കൊണ്ട് നടന്ന ഒരു ഇലക്ഷൻ, അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടു പോകുന്നതായിട്ട് തോന്നിപ്പിച്ച ഒരു ഇലക്ഷൻ. ഈ ഇലക്ഷനകത്ത് ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യമില്ലായ്മ വളരെ ചർച്ച ചെയ്തതാണ്. അത് ഒരു പരിധി വരെ മറച്ചു പിടിച്ചത് അദ്ദേഹം റോമിൽ പോയി, അല്ലെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ SNDP യോഗത്തിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് മറച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ വരികയും, അത് ഒരു പരിധി വരെ കോൺഗ്രസിനകത്ത് അങ്ങനെയാണെന്ന് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് വാർത്തയാവുന്നത്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒരവസരം കിട്ടിയപ്പോൾ എനിക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ ഉത്തരവാദിത്വം തരുന്നതിന് പാർട്ടി തയ്യാറായില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചാണ്ടി ഉമ്മൻ മാറുന്ന ഒരു രീതിയിലേക്ക് പോയി. അതായത് ചാണ്ടി ഉമ്മൻ അസംതൃപ്തിയിലാണ്. അതായത് ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് ഒതുക്കുന്നു, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ യൂത്ത് കോൺഗ്രസ്കാർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് വളരെ ശരിയാണ്. കാരണം ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പം ഈ പറയുന്ന പോലെ വളരെ വലിയൊരു ധ്രുവീകരണമാണ് നടന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ കേരളത്തിൽ ന്യൂനപക്ഷ കൂട്ടായ്മ, അല്ലെങ്കിൽ അവർക്ക് ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം. അതിനകത്ത് മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യവും കോൺഗ്രസിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ കൂട്ടും, ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ ഉമ്മൻചാണ്ടി പോലെയും AK ആന്റണി പോലെയും, അതുപോലെ ക്രിസ്ത്യാനികൾക്ക് പ്രാതിനിധ്യം നൽകുന്ന കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു മത്സര ബുദ്ധിയോടുകൂടി, അതായത് ക്രിസ്ത്യാനിക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി തരുന്നതിന് എടുത്തു പറയത്തക്കോണം പ്രഗത്ഭരായ നേതാക്കന്മാർ നയിച്ചുകൊണ്ട് പോയിരുന്ന ഒരു മന്ത്രിസഭയും, അല്ലെങ്കിൽ ഒരു അധികാര വൃന്ദവും ഒക്കെ ആയിരുന്നു UDFന്റെയും കോൺഗ്രസിന്റെയും. ഇപ്പൊ ഇതിനകത്ത് മാറ്റം വന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം നാളെ കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എടുത്തു പറയത്തക്കോണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് താല്പര്യമുള്ളതും, അല്ലെങ്കിൽ ആൾക്കാർക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്നതുമായ സർവ്വസമ്മതനായിട്ടുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്തില്ല. മാണി ഭരിച്ചു, അതിനുശേഷം മാണിയുടെ മകൻ വന്ന മാണിയുടെ മകൻ ഈ പറയുന്ന കണക്ക് ആൾക്കാരുടെ ഇടയിൽ മൊത്തവും എല്ലാം, അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർക്കിടയിൽ, അല്ലെങ്കിൽ വിവിധ ജാതി മതത്തിന് മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും, അല്ലെങ്കിൽ സ്വന്തം മണ്ഡലം പാല നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല. ഞാൻ മാണിയുടെ ഇപ്പം ബാക്കി എല്ലാവർക്കും സർവ്വസമ്മതനായിട്ടുള്ള നേതാവല്ല മാണി. അങ്ങനെയായിരുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെയല്ല ആയിരുന്നു. ക്രിസ്ത്യാനി അല്ലാത്ത കെ കരുണാകരൻ അങ്ങനെയല്ല ആയിരുന്നു.
ഇപ്പൊ പല നേതാക്കന്മാരുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ സർവ്വസമ്മതന, അല്ലെങ്കിൽ ആൾക്കാരുടെ കുഞ്ഞാലിക്കുട്ടി നേതാവാണ്, ആ ഒരു അംഗീകാരമുണ്ട്. ഇപ്പൊ എല്ലാം തങ്ങളുടെ കാര്യം പറഞ്ഞാലും തങ്ങളുടെ കാര്യം പറയുമ്പോഴും പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കാര്യം പറയുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം ലീഗിന്റെ കാര്യം ആദ്യം പറയാനുള്ള പാർട്ടിയാണ്. എന്നാലും തങ്ങളെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ സർവസ്വമാണ്, മാന്യനായ വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അഭിപ്രായം പറയത്തക്കോണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന ഒരാളാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ മറ്റ് ആൾക്കാരുടെ തയ്യാറാവുന്ന ഒരു നേതാവില്ല. അത്തരത്തിൽ ആക്കിക്കൊണ്ട് വരാൻ സാധിക്കുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ അതിനകത്ത് ജോലി കുറച്ച് ചെയ്തെങ്കിലും ഉമ്മൻചാണ്ടി ചെയ്ത ജോലിയുടെ ഭാഗമായിട്ട് ഇയാൾ നിന്നുകൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത, അതിനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ചാണ്ടി ഉമ്മന്റെ മകന്റെ കാര്യത്തിലും ഏക്കാനിയുടെ മകന്റെ കാര്യത്തിലൊക്കെ മനസ്സിലാവുന്നത്. ഏക്കാനിയുടെ മകൻ ലൈംലൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്യുന്ന സമയത്തല്ല അയാളെ പുറകോട്ടടിക്കുന്ന രീതിയുണ്ട്. ആ പുറകോട്ടടിക്കുന്ന രീതി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ഏക്കാനിയുടെ മകൻ ഒരുപക്ഷെ BJPയുടെ കൂടെ പോകുന്നതിന് സാധ്യതയാണ്. കാരണം ഏക്കാനിയുടെ മകൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഏക്കാനിയുടെ മകന് ലോക്സഭയിൽ സീറ്റ് കിട്ടുമോ എന്ന് ചില മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിയമസഭ ഈ സമയത്തെല്ലാം വളരെ കൃത്യമായിട്ട് അതിന് സാധ്യതയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസിനകത്ത്, യൂത്ത് കോൺഗ്രസിനകത്ത് ചില നേതാക്കന്മാരെ കൊണ്ട് പറയിക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുക, ഈ ഇതിലേക്ക് കാര്യങ്ങൾ നമ്മൾ നേരത്തെ വിളിച്ചു. ഇത് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ നാളെ കാലത്ത് നേതൃത്വത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഉമ്മൻചാണ്ടിയുടെ മകന് കൃത്യമായ ഒരു സ്പേസ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ വരെ കണ്ടത്. ഇത് വളരെ കൃത്യമായിട്ട് ചർച്ച വരുന്നതിന് സാധ്യത വന്നപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല. ചില ദിവസങ്ങളിൽ ഏതോ 1-2 ദിവസം അവിടെ വന്നിട്ട് പോയി. അല്ലാതെ തുടക്കം ചോദിച്ചതാണ്. അപ്പോൾ വരും കാലങ്ങളിൽ അപ്പോൾ BJPയിലേക്കൊരു വഴി പാലമിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? അത് രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ നേതാക്കന്മാർ ഏത് സമയം ഏത് തീരുമാനം എടുക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല. നാളെ കാലത്തെ രാഷ്ട്രീയം നമുക്ക് മുൻവിധിയോട് കാണാനും പറ്റത്തില്ല. മാത്രമല്ല കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ തൊട്ടുകൂടായ്മ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. നമ്മളീ പറയുമ്പോൾ ഇവര് 4% വോട്ടുള്ള, കാരണം നിലവിലെ മുൻ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പൊ BJP പാളയത്തിലാണ്. മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകനും ഈ പ്രതിസന്ധിയിലായി നിൽക്കും. അതാണ് BJPയിലാകുമോ എന്ന് ചോദിക്കുമ്പോൾ നാളെ കാലത്ത് പ്രതീക്ഷയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്ന BJP ആയി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക കാര്യങ്ങൾ ആണ്. ഇവരെത്ര BJP വർഗീയ പാർട്ടിയാണെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ BJPയെ മാധ്യമങ്ങളുടെ സ്വാധീനത്തോടുകൂടി പുറകോട്ട് നടത്താൻ ശ്രമിക്കുമ്പോഴും, ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രചരണം നടത്തുമ്പോഴും 6% വോട്ടിൽ നിന്ന് ഈ പറയുന്ന പ്രചരണത്തിൽ കൂടെയാണ് ഈ BJP 20% വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 19.67% വോട്ടായി. ഇനിയും BJPക്ക് മുന്നോട്ടാണ് സാധ്യതയുള്ളത്. അതേസമയം കോൺഗ്രസിന്റെ ഗ്രാമം താപ്പോട്ടാ വരുന്നത്. അപ്പൊ നാളെ കാലത്തെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഈ പറയുന്ന മുനമ്പം വിഷയവും മറ്റ് പ്രാദേശിക വിഷയങ്ങളും, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അത് ഇപ്പം ക്രിസ്ത്യാനിക്ക് ഭാഗമല്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു വിഷയം വന്നാൽ ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അത് ആ ഭാഗം BJPയുടെ ഭാഗമായിട്ട് മാറുന്ന ഒരു അവസ്ഥ വന്നാൽ നാളെ കാലത്ത് ചാണ്ടിയുമ്പോൾ BJP പോയാൽ അതിശയിക്കെടുക്കാനൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരന് നിലപാടിനകത്ത് വ്യത്യാസം വരുന്ന ആ രാഷ്ട്രീയ അത് അവരുടെ തീരുമാനമാണ്, അത് അവരുടെ ഐഡിയോളജിയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചാലെന്ന് പറയും. ഇപ്പൊ PC ജോർജിന്റെ മോന് ഷോൺ ജോർജ് ഇപ്പം BJPയുടെ വളരെ കൃത്യമായ നിലപാടുകളും, അല്ലെങ്കിൽ BJPക്ക് അകത്ത് ക്രിസ്ത്യാനികളുടെ നിലപാട് പറയുന്ന ആളായിട്ട് മാറുന്ന ഒരു നേതാവായിട്ട് മാറിയില്ലേ? അതായത് അയാളത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? മുൻപം വിഷയം ഇപ്പം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഏറ്റവും കൂടുതൽ അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ആളായിട്ട് ഷോൺ ജോർജ് മാറിയില്ലേ? അപ്പൊ ആ വിഷയം ഒരു ക്രിസ്ത്യാനിയുടെ വിഷയമായിട്ട് നാളെ അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? നാളെ കാലത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ മുസ്ലിം ജനതയുടെയോ താല്പര്യങ്ങൾക്ക് എതിരാകുന്നത് പുറകോട്ട് മാറി നിൽക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ താല്പര്യമാണ് മുനമ്പത്തെ താല്പര്യം, ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കലാണ്. അല്ലെങ്കിൽ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ ആ വീടും സ്ഥലവും നഷ്ടപ്പെടാൻ പോകുന്നത് ക്രിസ്ത്യാനിക്കാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ BJPയുടെ ഭാഗമായിട്ട് നിന്ന ഏക ക്രിസ്ത്യൻ നേതാവ് എന്നുള്ളത് PC ജോർജിന്റെ മകൻ വരികയാണ്. നാളെ കാലത്ത് PC ജോർജിന്റെ മകന് ആ പാർട്ടിക്കകത്ത് നേതൃത്വത്തിലേക്ക് വരുന്നതിനും ക്രിസ്ത്യാനിക്ക് BJPക്കകത്തേക്ക് പോകുന്നതിനും സാധ്യമാവും. ക്രിസ്ത്യാനിയുടെ കാര്യം പറയാൻ ഇപ്പൊ കോൺഗ്രസിനകത്തോ CPMനകത്തോ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടനിലക്കാരൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ക്രിസ്ത്യാനി ഇവിടെ നിൽക്കുന്നത്. അപ്പം അത്തരത്തിലൊരു ഇടനിലക്കാരൻ ഇവിടുത്തെ സഭയ്ക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കും താല്പര്യമുള്ള ഒരു നേതാവ് ഉരുത്തിരിഞ്ഞ് വരുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരു രീതിയാണ് KK ആന്റണിയുടെ മകനിൽ നിന്നും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനിൽ നിന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും
പണ്ട് ക്രിസ്ത്യാനിക്ക് UDF അല്ലെങ്കിൽ UDF ഗവൺമെന്റിനകത്തും ഒക്കെ ഉള്ള ഒരു പ്രാതിനിധ്യം, അല്ലെങ്കിൽ അവർക്ക് സഭയ്ക്ക് ഇറങ്ങല നിൽക്കാൻ പറ്റുന്ന നേതാക്കന്മാരും ഇന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം മാണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ സഭാ നേതാക്കന്മാരുടെ കുഞ്ഞാടുകൾ തന്നെയായിരുന്നു. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ആ പാർട്ടിക്കകത്ത് താല്പര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ പാർട്ടിയുടെ താല്പര്യങ്ങളാക്കി, ആ താല്പര്യങ്ങൾ രാജ്യത്തിന്റെ താല്പര്യങ്ങളാക്കി മുന്നോട്ട് പോയി അവിടെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇനി അത്തരത്തിലേക്കൂടെ ആരാണ്, അതായത് ക്രിസ്ത്യാനിക്ക് ഒരു നേതാവ് ഉണ്ടാവാൻ കോൺഗ്രസിൽ ആരൊക്കെയോ തടസ്സം നിൽക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും.